ഹായ്, ഞാൻ രാവിലെ കണിയൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുക. അമ്മ രാവിലെ തന്നെ എന്നെ കണിയൊക്കെ കാണിച്ചു. ഇന്നലെ പെട്ടെന്ന് ഞങ്ങൾ ചടപടാന്ന് സെറ്റാക്കിയ കണിയാണ് ഇതൊക്കെ. അങ്ങനെ കുറച്ച് അതിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഇരുന്നു പ്രാർത്ഥിച്ചിട്ട്. പിന്നെ ആണെങ്കിൽ ഇനി അമ്പലത്തിൽ പോകണമല്ലോ എന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുക. ഡ്രസ്സൊക്കെ ഇന്നലെ എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണം ഇനി സെറ്റാക്കാനില്ല. അപ്പോഴത്തേക്ക് രാവിലെ തന്നെ അമ്മയുടെ നിന്ന് കൈനീട്ടം കിട്ടി. ഇനി പോകാനുള്ള പരിപാടികൾ നോക്കണം. അമ്മയാണെങ്കിൽ പോയി റെഡിയാവുമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ചേച്ചിയുടെ നിന്നും കൈനീട്ടം വാങ്ങി പോയി റെഡിയാവുമെന്ന് വിചാരിച്ചു. എന്നിട്ട് ചേച്ചിനെ കൈനീട്ടം സൂക്ഷിച്ചൊക്കെ ഉപയോഗിക്കണം കേട്ടോ എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കുക. എങ്ങനെ ഞാൻ നേരെ പോയി റെഡിയാവാൻ പോയി. അങ്ങനെ എന്ന് ധാവണി എടുക്കുന്നത് കുറേ നാൾക്ക് ശേഷം ഞാൻ ധാവണി എടുക്കുന്നത്. അങ്ങനെ തട്ടിക്കൂട്ടി ധാവണിയൊക്കെ കൊടുത്തിട്ട് നേരെ എന്നാൽ അമ്പലത്തിലോട്ട് വിടാമെന്ന് വെച്ചിട്ട് നേരെ തന്നെ കൃഷ്ണൻകോവിലിൽ പോയാലോ അതോ പഴവങ്ങാടി പോയാലോ എന്നിങ്ങനെ ആലോചിച്ചു. ആദ്യം തന്നെ കൃഷ്ണൻകോവിലിൽ പോയിട്ട് പഴവങ്ങാടി പോകും. കാരണം അടുത്തടുത്താണ് ഈ അമ്പലങ്ങളൊക്കെ. നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്താണ് ഈ കൃഷ്ണൻകോവിലുള്ളത്. അങ്ങനെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി സ്കൂട്ടി എടുത്താണ് ഇറങ്ങിയത്. അമ്മ ചുരിദാറൊക്കെ ഇട്ടു, ഞാൻ ധാവണിയൊക്കെ എടുത്ത് സെറ്റപ്പായിട്ട് അങ്ങ് പോയി. അങ്ങനെ നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ചേർന്നിരിക്കുന്ന ഒരു അമ്പലമാണ് ഈ കൃഷ്ണൻകോവിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടം. എൻ്റെ ഫേവറേറ്റ് ടെമ്പിളാണ്. അവിടെ ഒരു അപ്പൂപ്പൻ എപ്പോഴും ഒരു എന്താ പറയുന്ന ഒരു പ്രതിഷ്ഠയുടെ ഒരു വിളക്ക് വെച്ചിട്ടുണ്ട് അവിടെ ഇങ്ങനെ ചുറ്റും കറങ്ങിക്കൊണ്ടേയിരിക്കും. അത് ഞാൻ എടുക്കാൻ വിട്ടുപോയി. അമ്പലത്തിൽ ഇങ്ങനെ ഫോൺ ഇങ്ങനെ എടുക്കാൻ പാടില്ല. പിന്നെ എടുത്തതൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് അവിടെ നിന്ന് തന്നെ രാവിലെ കൈനീട്ടം കിട്ടി. ഇനി നേരെ ബാക്കിയുള്ള അമ്പലങ്ങളിലൊക്കെ പോയി തൊഴുതിട്ട് വരാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി. കുറച്ച് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും എടുത്ത് നേരെ പഴവങ്ങാടി തന്നെ പോയി. എൻ്റെ ഫേവറേറ്റ് ടെമ്പിൾ കേട്ടോ. ഞാൻ എപ്പോഴും പോകുന്നൊരു ടെമ്പിളാണ് പഴവങ്ങാടി. അങ്ങനെ അവിടെയും കയറി തൊഴുത് തേങ്ങയൊക്കെ ഉടച്ചിട്ട് ഇനി മറ്റേ ശ്രീകണ്ഠേശ്വരത്ത് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇനി അടുത്ത പോക്ക് ശ്രീകണ്ഠേശ്വരത്താണ്. അങ്ങനെ നേരെ അവിടെയും വിട്ടിട്ട് നേരെ അങ്ങോട്ട് പോയി തൊഴുതു. കുറച്ച് നേരം അവിടെ ഇരുന്ന് നല്ലപോലെ നല്ല രസമായിരുന്നു അവിടെ ഇരിക്കുന്നത്. അപ്പോഴത്തേക്കും രാവിലെ വെളുത്ത് വരുന്നതേ ഉള്ളൂ, വെട്ടം വരുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കുറച്ച് നേരം കുളത്തിൻ്റെ അവിടെയൊക്കെ പോയി ഇരുന്ന് നേരെ ഇനി ആറ്റുകാൽ അമ്പലത്തിൽ പോകണം. എവിടെയൊക്കെ പോയാലും അവസാനം ആറ്റുകാൽ അമ്പലത്തിൽ പോകാണ്ടൊരു പരിപാടിയില്ല. അങ്ങനെ നേരെ ഇനി ആറ്റുകാൽ അമ്പലത്തിലേക്ക് പോവുക. നേരെ അങ്ങനെ അവിടെ ചെന്ന് അപ്പോഴത്തേക്കും അവിടെ ദീപാരാധനയായി. 7:30-8 മണിക്കുള്ളൊരു ദീപാരാധന എന്തോ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ വേഗം പോയി അമ്പലത്തിൽ തൊഴുതു. ക്യൂ ഉണ്ടായിരുന്നു, എന്നാലും സാരമില്ല പോയി തൊഴുതു. അന്ന് രാവിലെ തന്നെ ഇനി അടുത്ത ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, വിശക്കുന്നുണ്ട്, രാവിലെ എണീറ്റതല്ലേ. ഇനി നേരെ വീട്ടിലെത്തി ഇനി ഈ ഡ്രസ്സൊക്കെ ഇനി ഊരിക്കളയേണ്ട ചടങ്ങാണ് അടുത്തത്. അങ്ങനെ എൻ്റെ ഈ വിഷുവും കഴിഞ്ഞു. ഇനി അടുത്ത കൊല്ലത്തെ വിഷു. അപ്പോൾ ബായ്.